Good afternoon to all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Yeah, good afternoon. Okay, start here. Start with prayer. Let us take and listen. Prayer. അഖിലാണ്ട മണ്ഡലമണിച്ചൊരുക്കി അതിനുള്ളിലാനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ എന്നും സുരഗോള ലക്ഷങ്ങൾ അണിയിട്ടു നിർത്തി അവികല സൗഹൃദ ബന്ധം പുലർത്തി അതിനൊക്കെ ആധാര സൂത്രമിണക്കി കുടികൊള്ളും സത്യമേ ശരണം നീ എന്നും ദുരിതങ്ങൾ കൂത്താടുമുലകത്തിൽ നിന്റെ പരിപൂർണ തേജസ്സു വിളയാടി കാൺമാൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവമേവം പരിശുദ്ധ വേദാന്തം സഫലമായി തീരാൻ അഖിലാദിനായക തവ തിരുമുമ്പിൽ അഭയമായി നിത്യവും പണിയുന്നു ഞങ്ങൾ സമരാദി തൃഷ്ണകളാകവേ നീക്കി സമതയും ശാന്തിയും ക്ഷേമവും തിങ്ങി ജനതയും കൈകോർത്തിണങ്ങി ജനിത സൗഭാഗ്യത്തിൻ ഗീതം മുഴങ്ങി നരലോകമെപ്പേരുമാനന്ദം തേടി വിജയിക്ക നിൻ തിരുനാമങ്ങൾ പാടി. Signing. Good afternoon, everyone. Welcome to a great class for Ashwini ma'am and my dear friends who are taking class today. Thank you. Thought of Guru. Okay, continue ചെയ്തോളൂ ആൽഫിയ. പറഞ്ഞോ വിദ്യ. Mistake increases your experience and experience decreases your mistake. If you learn from your mistake, then others learn from your success. Thank you. Okay. Let's take question number. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാലോ. ഇന്നലെ ചുമ്മാ വർത്താനം പറഞ്ഞ സമയം ഇന്ന് അങ്ങനെയില്ല കേട്ടോ. ക്ലാസ്സിലേക്ക് പോവാണ്. ഓക്കെ, പാസ്റ്റ് ടെൻസ് ആയിരുന്നു. പാസ്റ്റ് ടെൻസില് സിമ്പിൾ പാസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലെ? ക്ലിയർ ആണല്ലോ? ചെയ്തു എന്നൊരു മീനിങ് ആണ് വരാം. നമ്മൾ V2 ഫോം ആണ് യൂസ് ചെയ്യേണ്ടത്. ഏത് സബ്ജക്റ്റിനെ കൂടിയേ നമുക്ക് V2 ഫോം യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണ്. ഇനി മൂവിംഗ് ഓൺ നെക്സ്റ്റ് tense is past continuous. Okay, past continuous ആണ്, അറിയാലോ. കഴിഞ്ഞു പോയ പ്രവൃത്തി, അതായത് കഴിഞ്ഞു പോയ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തിയെ കുറിച്ച് പറയാണ്. ഇപ്പൊ നിങ്ങളിപ്പോ ക്ലാസ്സിലാണ്. സോ ഇത് കഴിയുമ്പോ പറയാണ് ഞാൻ ക്ലാസ്സിലായിരുന്നു എന്ന് പറയും അല്ലെ. നിങ്ങളിപ്പോ ക്ലാസ്സിലാണ് അല്ലെ, പഠിക്കാണ് എന്ന് പറയും. സോ കുറച്ചുകൂടെ കഴിയുമ്പോ നിങ്ങൾ എന്താ പറയാ, പഠിക്കായിരുന്നു, ക്ലാസ്സിലായിരുന്നു അല്ലെ. അപ്പോ അത് കഴിഞ്ഞു പോയൊരു കണ്ടിന്യൂസ് ആക്ഷനെ കുറിച്ച് പറയുന്നതാണ്. അപ്പൊ നമുക്ക് ഈ ടെൻസ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സ്ട്രക്ചർ ചെയ്തോളൂ കേട്ടോ. ഫസ്റ്റ് ഹെഡിങ് ഏതാ? ഫാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഹെഡിങ് കൊടുക്കുക. ബ്രാക്കറ്റിൽ ഏതാ? ചെയ്യുകയായിരുന്നു എന്ന് എഴുതാം കേട്ടോ. ചെയ്യുകയായിരുന്നു. എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടോ? സൗണ്ട് ക്ലിയർ ആണോ? ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ബ്രാക്കറ്റിൽ ചെയ്യുകയായിരുന്നു എന്ന് എഴുതാം. Then structure subject plus was or were plus verb ing ആണ് കേട്ടോ. Subject plus was or were plus verb ing. Subject plus was or were plus verb ing.
ഓക്കെ, ഇതാണ് സ്ട്രക്ചർ വരുന്നത്. ഇതില് സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ വാസും, പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ വേറുമാണ് യൂസ് ചെയ്യുക. അപ്പൊ സിംഗുലർ സബ്ജക്റ്റ് ഏതൊക്കെയാണ്? ഐ, ഇവിടെ നമ്മുടെ ഐയുടെ കൂടെ വാസാണ് യൂസ് ചെയ്യുക കേട്ടോ. അതുകൊണ്ട് ഇവിടെ നമുക്ക് സിംഗുലർ സബ്ജക്റ്റ് ആയിട്ട് ഐനെ കൂട്ടാം. ഐ വാസ് എന്നല്ലേ പറയാം, എന്ന് പറയൂ. ആ, അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ടെൻസ് എല്ലായിടത്തും ഈ പറയുന്ന ഐ എന്താകും? സിംഗുലർ ആകും. ബാക്കി എല്ലാ ടെൻസിൽ എന്തായിരിക്കും? ഐ പ്ലൂറൽ ആയിരിക്കും. മനസ്സിലായോ? ഐ വാസ് ഡാൻസിങ് എന്താ പറയാ? ഐ ഇപ്പൊ എന്താ? സിംഗുലർ ആണ്. ഇനിയിപ്പോ സിമ്പിളിലും അല്ലെങ്കിൽ സിമ്പിൾ പ്രസന്റ് ഓർ സിമ്പിൾ പാസ്റ്റ് അല്ലെങ്കിൽ പെർഫെക്റ്റ് ഇതെല്ലാം അവർക്ക് എന്താണ്? ഐ പ്ലൂറലാണ് ആകാം അല്ലെ? അപ്പൊ കണ്ടിന്യൂസിൽ മാത്രം ഐ സിംഗുലറും ബാക്കി എല്ലാ സബ്ജക്റ്റിലും പ്ലൂറൽ ആയിരിക്കും. സോറി, ടെൻസിലും പ്ലൂറൽ ആയിരിക്കും. അപ്പൊ ഇവിടെ സിംഗുലർ സബ്ജക്റ്റ് ഏതൊക്കെയാ? ഐ, ഹി, ഷീ, ഇറ്റ്, എവരിബഡി. ആൻഡ് യു, വി, ദേ ആണ് in the plural subject. You were, we were, they were. I was, she was, he was, it was, everybody was. എന്ന് വരും. ക്ലിയർ ആണോ? പ്രസന്റ് ടെൻസ് കംപ്ലീറ്റ്ലി നമ്മൾ ടെൻസ് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ ടെൻസും പഠിക്കാൻ വളരെ ഈസിയാണ്, ഭയങ്കര സിമ്പിളാണ്. ഓക്കെ, കുറച്ച് എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യും. ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെ? എക്സാമ്പിൾസ് പറയൂ. ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ലെങ്തി ആയിട്ട് പറയൂ കേട്ടോ. ചുമ്മാ ഐ വാസ് ഡാൻസിങ് എന്നൊന്നും പറയണ്ട. നമുക്ക് ഇങ്ങനെ പറയാം. ഒരു സെന്റൻസ് ഞാൻ പറഞ്ഞുതരാണെങ്കിൽ ഞാൻ അവൻ എന്താ പറയാ, അവൻ എന്നെ അവനെന്നെ കാണാൻ വന്നപ്പോ ഞാൻ ഡാൻസ് കളിക്കായിരുന്നു എന്ന് പറയാറ്. അവനെന്നെ കാണാൻ വന്നപ്പോ ഞാൻ ഡാൻസ് കളിക്കായിരുന്നു. ഐ വാസ് ഡാൻസിങ് എനിക്ക് കാണാൻ വന്നപ്പോ അല്ലെ? എനിക്ക് അല്ലെങ്കിൽ ഇങ്ങനെ പറയാലോ, അച്ഛൻ വീട്ടിൽ വന്നപ്പോൾ ഞാൻ പഠിക്കുകയായിരുന്നു. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ആണോ? ഇല്ലല്ലോ. അഞ്ജു ചെക്ക് ചെയ്യട്ടോ, റേറ്റ് ചെക്ക് ചെയ്യൂ. ഓക്കെ, അപ്പോ അച്ഛൻ വീട്ടിൽ വന്നപ്പോ ഞാൻ പഠിക്കുകയായിരുന്നു. I was studying when my father came home എന്ന് പറയാം. മനസ്സിലായോ? അപ്പൊ അതേപോലെ കുറച്ച് സെന്റൻസ് നമുക്ക് പറയാം. നെക്സ്റ്റ് ചെയ്യൂട്ടോ. ഒരു 5 എക്സാമ്പിൾ. ഇനി പറയാം എക്സാമ്പിൾ. അത് കൂടുതൽ വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, ഇനി പറയാം 5 എക്സാമ്പിൾ. പക്ഷെ നെക്സ്റ്റ് ചെയ്യുന്നത് ടൈപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, മാം ഇങ്ങനെ കേറാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി മാം. ഞാൻ ഈ മലയാളത്തിൽ എങ്ങനെയായിരുന്നു മാം ഇത് പറയുന്നത്? മാം സാധാരണ ബ്രാക്കറ്റ് പറയാറില്ലേ? ചെയ്യുകയായിരുന്നു. ഓക്കെ, സ്ട്രക്ചർ കിട്ടിയാലോ? ബാക്കി മനസ്സിലായി? ഡൗട്ട് ഉണ്ടോ? ഇല്ല മാം, കുഴപ്പമില്ല. എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്തു.
മാം ഇത് പൊതുവെ ഒരു ആക്ഷൻ നടക്കുമ്പോൾ അതിനോടൊപ്പം അങ്ങനെ പറയുമ്പോഴാണോ മാം ഒരു പാസ്റ്റ് ആക്ഷൻ നടക്കുമ്പോൾ ആ സമയത്ത് ചെയ്തിരുന്ന ഒരു കാര്യം അങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ മാത്രമാണോ ഈ ഇല്ല, ടെൻസ്? നമുക്ക് അല്ലാതെയും പറയാലോ. നമുക്ക് നോർമലി മലയാളത്തിൽ എന്തൊക്കെയാ പറയാ? അവനവിടെ പോയിരുന്നു, ഞാൻ അവനെ കണ്ടിരുന്നു, അല്ലെ കണ്ടിരുന്നു എന്നല്ല, അവനെ കണ്ടു എന്ന് പറഞ്ഞു, ഞാനത് ചെയ്യുകയായിരുന്നു പറഞ്ഞു. അപ്പോ ഞാനൊരു 10 മണി വരെ ഞാൻ പഠിക്കായിരുന്നു എന്ന് പറയാം, അല്ലെ? 10 മണി വരെ ഞാൻ പഠിക്കായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് നമ്മൾ പറയാറില്ലേ? സി, അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ആ ഒരു കണ്ടിന്യൂസ് പ്രോസസ് കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ പിന്നെ പാസ്റ്റിലാണ് പറയുന്നത്. ഇപ്പൊ നമ്മള് പഠിച്ചു എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട്, പഠിക്കുകയായിരുന്നു എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട്, അല്ലെ? ആ ഒരു രീതി പഠിക്കുകയായിരുന്നു എന്ന രീതിയിലാണ് ഇവിടെ ഈ ടെൻസ് യൂസ് ചെയ്യുന്നത്. പ്രസന്റ് കണ്ടിന്യൂസ് എന്താണോ അതിന്റെ പാസ്റ്റ് ആണ് എന്ത് ഈ പറയുന്ന പാസ്റ്റ് കണ്ടിന്യൂസ്. ഇപ്പോ നമ്മൾ പഠിക്കുകയാണ് എന്ന് പറയുന്നു. ഒരു 2:30 ശേഷം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് പറയും? ഞാൻ പഠിക്കുകയായിരുന്നു എന്ന് പറയും. ആ ഒരു കണ്ടിന്യൂസ് പ്രോസസ് അവിടെ കംപ്ലീറ്റ് ആയി, അല്ലെ? അവസാനിച്ചു. അപ്പൊ ആ ഒരു പ്രോസസ്സിനെ വെച്ച് പറയാം. ഇങ്ങനെ പറയാൻ പറ്റുമോ? ഹി വാസ് സ്ലീപ്പിംഗ് വെൻ ഐ റീച്ച്ഡ് ഹിസ് ഹോം, അങ്ങനെയാണോ പറയാ? ഞാൻ അവന്റെ വീട്ടിലെത്തിയപ്പോൾ അവനെ ഉറങ്ങുകയായിരുന്നു പറയാലോ. അപ്പൊ ടെക്സ്റ്റ് ചെയ്യും എല്ലാവരും. ഓക്കെ, അൻഷില ബിസി ആണോ? ബിസി ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, നോട്ട്സ് അവർ ഷെയർ ചെയ്യും, അപ്പൊ എഴുതിയാലും മതി. നമ്മള് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് എടുത്തത് കേട്ടോ. കഴിഞ്ഞപ്പോയൊരു കാര്യമാണ്, കഴിഞ്ഞപ്പോയൊരു കണ്ടിന്യൂസ് പ്രോസസ് നമ്മൾ പറയണമല്ലോ. ആ ടെൻസ് ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്. എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. സോ എല്ലാവരും എക്സാമ്പിൾസ് പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവും കേട്ടോ. ഓക്കെ,
മാം നമ്മുടെ ടെക്സ്റ്റില് ടെൻസസ് ഇങ്ങനെ ഇല്ലല്ലോ മാം, ഇങ്ങനെ ഉണ്ടോ? ഇല്ല, ടെക്സ്റ്റില് ഇങ്ങനെ നമ്മൾ ടെൻസ് പഠിക്കുന്നില്ല കേട്ടോ. കാരണം ടെൻസ് നേരെ ആക്റ്റീവ് വോയിസിലേക്ക് പോയൊക്കെയാണ്. പക്ഷെ ആക്റ്റീവ് വോയിസ് നമ്മൾ പഠിക്കണമെങ്കിൽ ഈ ടെൻസ് പഠിച്ചേ പറ്റൂ. കാരണം ആക്റ്റീവ് വോയിസ് നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് ഈ ചാപ്റ്റർ ഇല്ലല്ലോ മാം, ഇങ്ങനെ ഒരു ചാപ്റ്റർ ഇല്ലല്ലോ, നമുക്ക് ഉണ്ടോ? ടെൻസസ്. ടെൻസസ് ഉണ്ടല്ലോ, 4th ചാപ്റ്റർ ടെൻസസ് ആണ്. ടെൻസസ് ഓഫ് വേർബ്സ് ഇൻ ഇംഗ്ലീഷ് ആണല്ലോ. സബ്ജക്റ്റ് പ്ലസ് വെർബ് അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും എഴുതിയിട്ടില്ലല്ലോ, ഞാനത് നോക്കുമ്പോ കാണുന്നില്ല. അപ്പൊ അതാ. ഓക്കെ. നിങ്ങൾ ടെക്സ്റ്റിൽ അത് പലതും ഞാൻ എടുക്കുന്നുണ്ട്. അത് നമുക്ക് കുറച്ചുകൂടെ എല്ലാവരും പഠിക്കുകയാണല്ലോ നിങ്ങൾ. പക്ഷെ ടൈമായിട്ടൊക്കെ പഠിക്കാം. ഇനി ഒരിക്കലും നിങ്ങൾ ടെൻസ് ഒന്നും പഠിക്കില്ല, മടിയായിരിക്കും. ടെൻസ് കുറച്ചുകൂടെ ഈസി ആയിട്ട് പഠിച്ചിട്ട് നമ്മുടെ ആക്റ്റീവ് വോയിസിലേക്ക് പോകും. അതാണ് ടെക്സ്റ്റിലുള്ളത്, ആക്റ്റീവ് വോയിസ് ആണ്. അല്ല, പ്രസന്റ് ടെൻസ് എന്നൊക്കെ പറയുന്നുണ്ട്. സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് പ്രോഗ്രസീവ് ടെൻസ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ടെൻസ് ആണ്. അതിന്റെ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും ആണ്. അത് ഈ പറയുന്ന സാധനം പഠിക്കണമെങ്കിൽ ആദ്യം ടെൻസ് അറിഞ്ഞിരിക്കണം, ടെൻസ് സ്ട്രക്ചേഴ്സ് അറിഞ്ഞിരിക്കണം. എന്നാൽ മാറി നമുക്ക് പഠിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ടെൻസ് നന്നായിട്ട് പഠിക്കുക. അത് മാത്രമല്ല, ഈ അങ്ങോട്ട് ഈ ടെൻസിനെ ബേസ് ചെയ്താൽ പോകുന്നത്. സോ മസ്റ്റ് ആയിട്ട് പഠിക്കും. ഓക്കെ, അപ്പോ ആരും എക്സാം അത് പറഞ്ഞിട്ടുള്ളത് മീറ്റിംഗ് ആണ്. മാം, ഹി വാസ് വെരി ബിസി എന്ന് പറയുമ്പോ അത് ഏത് ടെൻസ് ആണ്? അവിടെ ഹി വാസ് വെരി ബിസി, എന്തോ ഹി വാസ് വെരി ബിസി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അവിടെ ING ഫോം ഒന്നും ഒന്നിന്റെ ഒപ്പം ഇല്ല. അപ്പൊ ഹി ഇല്ല, വാസ്. ഐഞ്ച് ഫോം ഇല്ല. കാരണം അത് നൗൺ ആണ്. ബിസി എന്ന് പറയുമ്പോൾ വേർബായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റും. തിരക്കുന്നല്ലേ പറയുന്നത്, അത് തിരക്കാണ്. ഓക്കെ മാം. അതുപോലെ ഹി വാസ് അല്ലെ, ഷീ ഈസ് എ ടീച്ചർ, അതുപോലെ ഇങ്ങനെയല്ലേ മാം? ഓക്കെ. അത് നൗൺ. ഇത് നമ്മൾ വേർബിലല്ലേ, വേർബ് ആകുമ്പോൾ ഐഞ്ച് ഫോം യൂസ് ചെയ്യാം. നൗൺ ആകുമ്പോൾ അതിന്റെ ആവശ്യമില്ല. ഒരു പേഴ്സണെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഓക്കെ. അപ്പോൾ ഈ സെയിം തിങ് തന്നെയാണ് വരാം. ഹീസ് എ സ്റ്റുഡന്റ്, അവൻ സ്റ്റുഡന്റ് ആണ്. ഹി വാസ് എ സ്റ്റുഡന്റ്, അവൻ സ്റ്റുഡന്റ് ആയിരുന്നു എന്ന് വരും. ഓക്കെ. Yeah, right. Okay. Other examples are set.
മാം ഇവിടെ നമ്മൾ സെക്കൻഡ് പാർട്ടിൽ വരുന്ന സെന്റൻസ് ഉണ്ടാവുമല്ലോ മാം, വെൻ മൈ ഫാദർ കെയിം, അത് സിമ്പിൾ പാസ്റ്റിൽ തന്നെ ആയിരിക്കുമോ ഇങ്ങനത്തെ കേസിൽ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സിംഗിൾ പാസ്റ്റ് ആയിരിക്കും. കാരണം അത് വന്നപ്പോൾ കഴിഞ്ഞൊരു സംഭവമാണ്, നമുക്ക് നിലവിൽ വന്നു അല്ലേ? അപ്പൊ ആള് വന്നു, ഞാൻ എന്ത് ചെയ്യായിരുന്നു? കളിക്കില്ലേ, അത് പഠിക്കില്ല. ആള് വന്നപ്പോഴാണ്, വന്നു എന്ന് പറയുന്നത് പാസ്റ്റ് ആണ്, സിംഗിൾ പാസ്റ്റ് ആണ്. ഓക്കെ മാം. അപ്പൊ അവിടെ സിമ്പിൾ പാസ്റ്റ് മാത്രമേ വരുള്ളൂ അങ്ങനെ ഉണ്ടോ മാം? അതോ പെർഫെക്റ്റ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ? പെർഫെക്റ്റ് വരാൻ ചാൻസ് വളരെ കുറവാണ്. സിംഗിൾ പാസ്റ്റ് ആയിരിക്കും മെയിൻലി വരാം. ഓക്കെ.
I know. When I went there, my sister was cooking for dinner. എന്ന് പറയട്ടെ. എനിക്കത് cooking dinner for us എന്നാണ് ഈ പറയുന്നത്. Dinner for us. Okay. Yeah, correct. ഓക്കെ, നിങ്ങൾ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഓക്കെ ആണ്. അത് ടെൻസ് വൈസ് ഒക്കെ ഓക്കെ ആണ്. പക്ഷെ നിങ്ങൾക്ക് വൊക്കാബുലറി ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അല്ലെ? വൊക്കാബുലറിയെ കുറിച്ച് ഒരു ധാരണയും ഇല്ല. അതൊന്ന് ഇംപ്രൂവ് ചെയ്യുന്നത്, അങ്ങനെയാണെങ്കിൽ കുറച്ചൊക്കെ ബെറ്റർ ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, പ്രസിദ്ധ കറക്റ്റ് ആണ്. എല്ലാവരും കറക്റ്റ് ആണ് എഴുതുന്നുണ്ട്. അതേപോലെ വൊക്കാബുലറി ആണ് മെയിൻ പ്രോബ്ലം. ബാക്കി ആരും ടെക്സ്റ്റ് ചെയ്യുമോ? അതിനുശേഷം ഞാൻ പറയാം. ബാക്കി ഞാൻ ടെക്സ്റ്റ് ചെയ്യും കേട്ടോ. ടെക്സ്റ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാം.
ഓക്കെ, ഇനി ആരും അയക്കുന്നില്ലല്ലോ. ടെൻസ് ഒക്കെ ഓക്കെ അല്ലേ നിങ്ങൾക്ക്? ടെൻസ് മനസ്സിലാവുന്നുണ്ട്, ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ എന്താണ്, വൊക്കാബുലറി ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? വൊക്കാബുലറി കിട്ടുന്നില്ല. പഠിക്കാം കേട്ടോ, അത് നമ്മള് ക്ലാസ്സിൽ എങ്ങനെയാ ഞാൻ പറയാം, ഓരോ കാര്യങ്ങളും സ്വയം പഠിക്കണം. നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് കുറച്ചെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. അതും ഈ പറയുന്ന മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ നമ്മള് ആലോചിക്കുമ്പോ അല്ലെങ്കിൽ നമ്മൾ ചുറ്റും നോക്കുമ്പോ ഓരോ വസ്തുവിന്റെ പേര് നമുക്ക് അറിഞ്ഞിരിക്കണ്ടേ, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ആ വേർഡാണ് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ. പിന്നെ പ്രപ്പോസിഷൻ, പ്രപ്പോസിഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഒരു കൺജക്ഷൻ കേട്ടോ, അവിടെ പറയുന്ന പോർഷൻസ് കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ, നേരത്തെ കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ ഞാൻ ഈ കൺജക്ഷൻ എടുക്കാം. അത് കുറച്ച് അറിഞ്ഞിരുന്നത് നല്ലതാണ്. പറയുന്ന പോലെ കാര്യങ്ങളല്ല, അല്ല അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ്. ടെൻസ് ഓക്കെയാണ്, പാസ്റ്റ് ടെൻസ് ഓക്കെയാണ്, അതായത് പാസ്റ്റ് കണ്ടിന്യൂസ് ക്ലിയർ ആണ്. വേറെ ടെൻസിലേക്ക് പോവാലോ അല്ലെ? അപ്പൊ നെക്സ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ആണ് കേട്ടോ. പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയണം. ചെയ്തിട്ടുണ്ടായിരുന്നു, പാസ്റ്റ് പെർഫെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ട്രക്ചർ വരുന്നത് സബ്ജക്ട് പ്ലസ് ഹാഡ് ആണ് വരാം കേട്ടോ. ഹാഡ്, സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് B3. സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് B3. സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് B3 ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയാം. അപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. I had completed my homework. ഞാൻ എന്റെ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. I had completed my homework. ഓക്കെ, ഏത് സബ്ജക്റ്റിന്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ഹാഡ് യൂസ് ചെയ്യാവുന്നതാണ്. അതിലൊക്കെ പോവാണെങ്കിൽ ഹാസ് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെയും ഹാവ് പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെയും എന്നായിരിക്കണം. പക്ഷെ ഇവിടെ അങ്ങനെ ഹാഡ് നമുക്ക് ഏത് സബ്ജക്റ്റിന്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാ വരാം. ഹോംവർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ അവന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. I had go there, I had go his home. ഞാൻ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. I had done it എന്ന് പറയാം. ഓക്കെ, സിമ്പിൾ അല്ലേ? മിസ് കുറെ മുന്നത്തെ അങ്ങനെ തന്നെയല്ലേ? ഇപ്പൊ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ പ്രൊജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോഴൊക്കെ അങ്ങനെ തന്നെയല്ലേ യൂസ് ചെയ്യാ? അതെ അതെ, പറയാം. അപ്പൊ എക്സാമ്പിള് സെൻഡ് ചെയ്യും കേട്ടോ.
ഇതെന്താ ടെക്സ്റ്റ് ചെയ്യാതെ രണ്ടുപേരും ടെക്സ്റ്റ് ചെയ്തോ, ഇന്ത്യ ആൻഡ് ഉണ്ണിമായ. രണ്ട് കറക്റ്റ് ആണ്. മറ്റൊരാൾ ടെക്സ്റ്റ് ചെയ്യൂ. എനിക്ക് ക്യാമറ ഓഫ് ചെയ്ത് പറഞ്ഞ് ഇവിടുന്ന് പോയിട്ടില്ലാട്ടോ, ഞങ്ങൾ തന്നെ ഉണ്ട്. ചുമ്മാ ഞാൻ ക്യാമറ ഓൺ ചെയ്തിട്ട് എന്റെ ഫേസ് കാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്, വേറൊന്നുമില്ല. ഓക്കെ, അതുകൊണ്ട് ടെക്സ്റ്റ് ചെയ്യൂ, ഞാൻ വെയിറ്റിംഗ് ആണ്. ഓക്കെ, നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് അറിയില്ല. ടെൻസ് പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞു. നിങ്ങളിപ്പോ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു. ഏറ്റവും എളുപ്പത്തിൽ പറയാൻ പറ്റിയ ഇത് ടെൻസാണ് പെർഫെക്റ്റ്. എല്ലാ ടെൻസിനും പെർഫെക്റ്റിന് പകരം നമുക്ക് ഈ പറയുന്ന സിമ്പിൾ പാസ്റ്റ് പ്രസന്റ് ഒക്കെ യൂസ് ചെയ്യും അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നതിനും അങ്ങനെ പറയുന്നതും ഞാനിവിടെ പോയി എന്ന് പറയുന്നതും ഒന്നാണോ? ഒന്നാണോ? സംടൈംസ് ചില സമയങ്ങളിൽ ഒരു കൂടെയല്ലേ
ഞാൻ അവിടെ പോയി, ഞാൻ അവിടെ പോയിരുന്നു, ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ ഞാൻ അവിടെ പോയി എന്ന് പറയാം. ഏതാണ് ഏറ്റവും എളുപ്പം? കമ്മ്യൂണിക്കേഷൻ ഏറ്റവും എളുപ്പം ഏതാ? പോയി മതി. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ടെൻസ് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ലെങ്കിൽ നമുക്ക് നേരെ പറയുന്ന സിമ്പിൾ പാസ്റ്റിലേക്ക് എളുപ്പമാണ്. സോ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഈ പറയുന്ന പെർഫെക്റ്റോ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഒന്നും യൂസ് ചെയ്യാറില്ല പൊതുവെ. അത്രയും അത് അറ്റൻസ് തന്നെ വേണം, അല്ലെങ്കിൽ അറ്റൻസ് തന്നെ മാത്രം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു സാഹചര്യത്തിലാണെങ്കിൽ മാത്രമാണ് പറയുന്നത് പെർഫെക്റ്റും പെർഫെക്റ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യാം. അല്ലാതെ നമുക്ക് ഈ പറയുന്ന ഈ പാസ്റ്റ് സിമ്പിളും ഈ പറഞ്ഞ കണ്ടിന്യൂസ് വെച്ച് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ എളുപ്പമാണ്, ഈസിയാണ്, രണ്ടും മതിയാവും. ഓക്കെ, അപ്പോ സ്റ്റോറി ഒക്കെ പറയുമ്പോഴായിരിക്കും അല്ലേ മാം കുറച്ചും കൂടി യൂസ്? സ്റ്റോറി ഒക്കെ പറയുമ്പോ സിറ്റുവേഷൻ പറയുമ്പോ നമ്മൾ കഥ പോലെയൊക്കെ പറയില്ലേ, പറയാം. പറഞ്ഞതുകൊണ്ട് തെറ്റൊന്നുമില്ല കേട്ടോ, കുറച്ചൊരു എക്സ്പ്ലെയിൻ ചെയ്ത് പറയാണ് അല്ലെ. ചുരുക്കി പറയേണ്ട കാര്യം കുറച്ചൊരു നീട്ടി പറയുന്നു, അത്രയേ ഉള്ളൂ. നമ്മൾ സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യാണ്, എത്രയോ ഷോർട്ടാക്കാൻ പറ്റുമോ അത്രയോ ഷോർട്ടാക്കി നമ്മൾ പറയാമോ അല്ലെ. ഇപ്പോ I had completed my college and then now I am a housewife. ഏറ്റവും എളുപ്പം എന്താ? I'm completed my college and now I am a housewife. ഇങ്ങനെ പറയാമോ? ഹാഡിന്റെ ആവശ്യമുണ്ടായിരുന്നോ? ഇല്ല. അപ്പൊ ഇതൊക്കെ അറിഞ്ഞു വെക്കുക. ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ സിമ്പിൾ പാസ്റ്റ് ഒക്കെ തന്നെയാണ്. ക്ലിയർ അല്ലേ? പഠിച്ചു വെച്ചോളൂ, അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. ഞാൻ പഠിക്കണമല്ലോ. ഒക്കെ നമ്മള് കാണുമ്പോ എനിക്കത് അറിയില്ലല്ലോ, ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, I have completed my home. I have completed my home. കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. I completed my work. That's all. എന്റെ രസമല്ലേ? I completed my work. I had my project presently finished. I had finished my project എന്ന് വേണമെങ്കിൽ പറയാം. I had seen the film. I had seen the film. I watched the film. She had washed her hands. She washed her hands. I spent the money. I spent the money. രസമല്ലേ പറയാൻ? She had looking like. Oh, ഇല്ലാട്ടോ. She had looked like. വെറുപ്പാണ് പറഞ്ഞെങ്കിൽ ഹാഡ് ശേഷം ഐസ് ഫോം ആയി, സോറി എതിരി ഫോം ആയിട്ടാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. മനസ്സിലായോ? അപ്പൊ ഈ പറയുന്ന പെർഫെക്റ്റും സിമ്പിൾ പാസ്റ്റും തമ്മിലുള്ള കണക്ഷൻ മനസ്സിലായോ നിങ്ങൾക്ക്? എളുപ്പമാണ് യൂസ് ചെയ്യാൻ. Had seen the man for the last time years before. He had played football for an accident. He had read books every time. He had played cricket. Okay. അപ്പോൾ ഒരു കണക്ഷൻ കിട്ടിയോ? ഇനി എന്താണ്? ഇനി നെക്സ്റ്റ് ലാസ്റ്റ് വൺ പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ഹാഡ് ബീൻ ആണ് വരാ, വേറെ ഒന്നുമില്ല. സബ്ജക്ട് പ്ലസ് ഹാഡ് ബീൻ പ്ലസ് വേർബ് ing. സബ്ജക്ട് പ്ലസ് ഹാഡ് ബീൻ പ്ലസ് വേർബ് ing ആണ് വരാ. ഇനി എന്താണ്? ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ 2 മണിക്കൂറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ 4 മണിക്കൂറായിട്ട് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയും. ഇത് കണ്ടിന്യൂസ് വെച്ച് പറയാൻ പറ്റും. അതായത് പെർഫെക്റ്റും സിമ്പിളും കണക്റ്റഡ് ആണ്. അതുപോലെ പെർഫെക്റ്റ് കണ്ടിന്യൂസും ഈ പറയുന്ന നോർമൽ കണ്ടിന്യൂസും തമ്മിൽ കണക്റ്റഡ് ആണ്. ഈ രണ്ടിന് പകരം ഈ പറയുന്ന രണ്ട് ടെൻസ് യൂസ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഇപ്പോ പാസ്റ്റ് പെർഫെക്റ്റിന് പകരം സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ പെർഫെക്റ്റ് കണ്ടിന്യൂസിന് പകരം പാസ്റ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യാം. അതെല്ലാ ടെൻസും സെയിം തന്നെയാണ് കേട്ടോ. അത് ചെയ്തുകൊണ്ട് തെറ്റൊന്നുമില്ല, അത്രയേ ഉള്ളൂ. സോ ഇനി ഇതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അറിയാം നിങ്ങൾക്ക് ഹാഡ് ബീൻ വെച്ച് എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. പാസ്റ്റ് ടെൻസ് ഇത്രയേ ഉള്ളൂ കേട്ടോ. പാസ്റ്റും പെർഫെക്റ്റും ക്ലിയർ ആയോ? മനസ്സിലായോ? ഇനി നിങ്ങൾ ചെയ്യേണ്ടത് പുതിയ പുതിയ വൊക്കാബുലറി വെച്ചിട്ട് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യണം. അതുപോലെ തന്നെ റീഡിംഗ് സ്കിൽ ഇംപ്രൂവ് ചെയ്യണം. ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, നന്നായിട്ട് പഠിക്കുമല്ലോ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് ഫ്യൂച്ചറും കൊടുക്കാം. ഓരോ ടെൻസ് കംപ്ലീറ്റ് ആവും. അതിനുശേഷം കാറ്റഗറീസിൽ പാസീവ് വോയിസിലൊക്കെ പോവാം. ഓക്കെ, അത്രയൊക്കെയാണ് പറയാനുള്ളത്. പഠിക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ടെൻസ് വൈസ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കും കേട്ടോ.
Okay. So it's time to wind up today's class. Who's going to sign out? Sign out എന്താ പറയാ? മാം ഞാൻ പറയാം സൈൻ ഔട്ട്. Thank you for today's class, ma'am. We have learned past perfect tense and past perfect continuous tense today. Next class we will be learning future tense. We got very clear information about these tenses, ma'am. Thank you, ma'am. Yeah, okay, ഞാൻ മ്യൂട്ട് ചെയ്തേ, അനൗൺസ്മെന്റ് പോകുന്നുണ്ടായിരുന്നു, ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു, അതുകൊണ്ടാണ് മ്യൂട്ട് ചെയ്തേ. Okay, so thank you all. See you on next class. Okay, bye to all. Thank you, ma'am.